ഹായ്, നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. അതിൻ്റെ കുറേ ഫീഡ്ബാക്കുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനിലേക്കാണ് കിടക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ നമുക്കറിയാം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നാണ്. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം, ഈ വർഷം ടെക്സ്റ്റ് മാറുന്നതിൻ്റെ മുമ്പ് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും വലിയൊരു ചാപ്റ്റർ ആയിരുന്നു ഈ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ മോൾ കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചിരുന്ന വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ വർഷം ആ ചാപ്റ്ററിനെ വളരെ മിനിമൈസ് ചെയ്തിട്ട് ചുരുക്കാൻ പറ്റുന്നിടത്തോളം ചുരുക്കിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന 2 ഏരിയാസിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ പ്രാവശ്യം മോൾ കൺസെപ്റ്റിനെ, മോൾ സങ്കല്പനത്തിനെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ആ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആ സമയത്ത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ ഒന്ന് പൂർത്തിയാക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ മുമ്പേ നിങ്ങളൊരു കാര്യം ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ആക്കുകയും വേണം. തുടർന്നുള്ള ക്ലാസ്സുകളുടെ വീഡിയോസും മറ്റും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പം സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ നമ്മൾ വാതക നിയമങ്ങൾ, ഗ്യാസ് ലോസ് ആണ് ആദ്യം പറയുന്നത്. ഈ ഗ്യാസ് ലോസ് നമ്മൾ 3 പഠിക്കുന്നു. 1 ബോയിൽസ് ലോ, ബോയിൽ നിയമം. 2 ചാൾസ് നിയമം. 3 അവഗാഡ്രോ നിയമം. ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 പ്രാക്ടിക്കലായിട്ടുള്ള സംഗതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അക്വേറിയത്തിൻ്റെ താഴെ രൂപം കൊള്ളുന്ന ഒരു വാതക കുമിള മുകളിലേക്ക് വരുന്തോറും വലിപ്പം കൂടി വരുന്നു. അനുയോജ്യമായ വാതക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. അതായത് ഒരു അക്വേറിയം അല്ലേ, ഒരു അക്വേറിയത്തിൻ്റെ ഏറ്റവും താഴെ ഉണ്ടാക്കുന്ന ഒരു എയർ ബബിൾ ഏറ്റവും ചെറുതായിട്ട് ഫോം ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യാണ്, അത് മുകളിലേക്ക് വരുന്തോറും ആ എയർ ബബിളിൻ്റെ സൈസ് ഇങ്ങനെ കൂടുകയാണ്, വോളിയം ഇങ്ങനെ കൂടുകയാണ്. അതേത് ഗ്യാസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം ബോയിൽസ് ലോ പറയുന്നത് എന്താ, പ്രഷർ കൂടുതലാവുമ്പം വോളിയം ഏറ്റവും കുറവായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഈ വാട്ടർ ബോഡിയുടെ ഏറ്റവും താഴെ പ്രഷർ കൂടുതലാണ്. ഈ കംപ്ലീറ്റ് വാട്ടർ ചെലുത്തുന്ന പ്രഷർ മുഴുവതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ ചെറിയ ബബിള് പ്രഷർ കൂടുതലായതുകൊണ്ട് ബബിൾ ചെറുതായിരിക്കും. എന്നാൽ മുകളിലേക്ക് ഈ ബബിൾ വരുന്നതിനനുസരിച്ച് പ്രഷർ ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. ഈ വെയിറ്റ് കുറയാണ് വെള്ളത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഈ വോളിയം അങ്ങനെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എയർ ബബിളിൻ്റെ സൈസ് കൂടുന്നത്. അത് ഏത് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്? ബോയിൽസ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അതേപോലെ ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ചാൾസ് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കംപ്ലീറ്റ്ലി എയർ ഫീൽഡ് ആയിട്ടുള്ള ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നു അല്ലേ? പൂർണ്ണമായും കാറ്റ് നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നു. ഇങ്ങനെ പൂർണ്ണമായും കാറ്റ് നിറച്ചൊരു ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകാനുള്ള കാരണം എന്താ? ഈ ബലൂണിൻ്റെ അകത്തെ വാതകം, ഗ്യാസ് എന്ത് ചെയ്യാണ്, ഈ ചൂട് തട്ടുന്നതോടുകൂടി അത് വികസിക്കുകയാണ്. അതിൻ്റെ വ്യാപ്തം കൂടുകയാണ്, വോളിയം ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ബലൂൺ ഓൾറെഡി കംപ്ലീറ്റ്ലി ഫീൽഡാണ്. പിന്നെയും അതിൻ്റെ അകത്തുള്ള എയർ അല്ലെങ്കിൽ ഗ്യാസ് എൻലാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബലൂൺ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടെമ്പറേച്ചറും വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ് അവിടെ പറയുന്നത്. ആ റിലേഷൻ പറയുന്ന ഏത് ലോ ആണ്? ചാൾസ് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഗതികളാണ്. അതായത് ഈ ഗ്യാസ് ലോസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. അതായത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് അറ്റ് 300 Kelvin ഈസ് 10 liter. What will be the volume of the gas if the temperature is doubled without changing the pressure? എന്താണ്? 300 Kelvin താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന് 10 ലിറ്റർ വ്യാപ്തമുണ്ട്. മർദ്ദം വ്യത്യാസപ്പെടുത്താതെ ഈ താപനില ഇരട്ടിയാക്കി മാറ്റിയാൽ അതിൻ്റെ വ്യാപ്തം എന്തായിരിക്കും? ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ചോദ്യം ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. അത് മനസ്സിലാക്കാൻ 2 കാര്യങ്ങൾ ഈ ചോദ്യത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ പ്രഷർ, പ്രഷറിൽ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച നിയമം ഏതാ? ചാൾസ് നിയമമാണ് ഇല്ലേ? ചാൾസ് നിയമത്തിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ സ്ഥിരമാണ്, പ്രഷറിൽ മാറ്റമില്ല, അതായത് മർദ്ദത്തിൽ മാറ്റമില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് നമുക്കിതൊരു ചാൾസ് നിയമമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം.
മറ്റൊന്ന് ഇവിടെ ചേഞ്ച് ആവുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടെമ്പറേച്ചറും മറ്റൊന്ന് വോളിയവുമാണ്. ടെമ്പറേച്ചറും വോളിയവും ചേഞ്ച് ആവുന്നതും ഏത് ലോയിലാണ്? ചാൾസ് ലോയിലാണ്. അപ്പോൾ ഇത് ചാൾസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചാൾസ് ലോയുടെ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ, ഈ സംഗതികൾ ചെയ്യാൻ. അപ്പോൾ നോക്കുക, ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യുന്ന രീതിയാണ്. ഇത് ചാൾസ് നിയമമാണ് എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ ചാൾസ് നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇക്വേഷനാണ് നമ്മളിതിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇതാണ് ചാൾസ് നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1/T1 = V2/T2 എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനിൽ V1, T1, V2, T2 ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്കറിയാം. V1 എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ആണ്. അതായത് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുള്ള വോളിയം എത്രയാണോ അതാണ് V1. അത് V1 = 10 ലിറ്റർ അല്ലേ. T1 = 300 കെൽവിൻ. T1 എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. ആദ്യം പറഞ്ഞ ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. അതുകൊണ്ട് T1 = 300 കെൽവിൻ. പിന്നെ നമുക്ക് തന്നിട്ടുള്ള T2 ആണ്. T2 600 ആണ്. എങ്ങനെ 600 ആണ് കിട്ടിയത്? ഇത് ഡബിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യമുള്ള ടെമ്പറേച്ചറിനെ ഡബിൾ ചെയ്തിട്ടാണ് രണ്ടാമത്തെ ടെമ്പറേച്ചർ, അതല്ല ഇരട്ടിയാക്കി മാറ്റിയാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ടെമ്പറേച്ചർ 300 ആയതുകൊണ്ട് രണ്ടാമത്തെ ടെമ്പറേച്ചർ 600. ഓക്കെ, നമുക്ക് കിട്ടേണ്ടത് എന്താണ്? V2. ഈ 600 കെൽവിൻ ടെമ്പറേച്ചറിൽ എത്ര വോളിയം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഈ ഇക്വേഷനിൽ ഓരോ സംഗതിയിൽ നമുക്ക് കിട്ടും. V1 = 10, T1/T1 300, V2 നമുക്കറിയില്ല, അത് അവിടെ തന്നെ V2 കൊടുത്തു, T2 600. ഇങ്ങനെ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഈ വാല്യൂസ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ 10 × 600 എന്ന് പറഞ്ഞാൽ 6000, 6000. 10 × 600 6000 സമം 300 V2. 300 × V2 എന്ന് പറഞ്ഞാൽ 300 V2. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കിട്ടുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് കാണേണ്ടത് V2 ആണ്. അപ്പോൾ V2 എന്നുള്ളതിന് അവിടെ നിർത്തിയിട്ട് 300 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അവിടെ × 300 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 300 ആവുമ്പോൾ 6000 / 300 സമം V2. അപ്പോൾ 6000നെ 300 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 60/3 എന്ന് പറഞ്ഞാൽ 20 ആണ്. 60/3 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20 ലിറ്റർ ആയിരിക്കും എന്ത്? V2. V2 സമം 20 ലിറ്റർ എന്നുള്ളതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. V2 സമം 20 ലിറ്റർ. അതായത് എങ്ങനെ 20 കിട്ടുന്നത്? 6000 / 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20 ആണ്. അപ്പോൾ നമ്മൾ ഈ 0 ഒക്കെ ഒഴിവാക്കിയിട്ട് 60 / 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടും. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇത് വേറെ ഒരു ലോ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ക്വസ്റ്റ്യൻ വായിക്കുക. 2 ATM മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ വ്യാപ്തം 20 ലിറ്റർ ആണ്. മർദ്ദം 4 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ പുതിയ വ്യാപ്തം എന്താകും? താപനിലയിൽ വ്യത്യാസമില്ല. അതായത് ദ വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് 2 ATM പ്രഷർ ഈസ് 20 ലിറ്റർ. വാട്ട് വിൽ ബി ഇറ്റ്സ് വോളിയം ഇഫ് ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് 4 times വിത്തൗട്ട് ചേഞ്ചിങ് ദ ടെമ്പറേച്ചർ? അതാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് 2 ATM മർദ്ദത്തിൽ 20 ലിറ്റർ വ്യാപ്തമുണ്ട്. അപ്പോൾ 4 മടങ്ങ് മർദ്ദം 4 മടങ്ങ് വർദ്ധിപ്പിച്ചാൽ പുതിയ വ്യാപ്തം എന്തായിരിക്കും? താപനിലയിൽ മാറ്റമില്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിത് ആദ്യം ഏത് നിയമമാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏത് നിയമമാണ്? ഒരു തിരിച്ചറിയൽ മാർഗം താപനിലയിൽ വ്യത്യാസമില്ല. താപനില സ്ഥിരമായിരിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ ബോയിൽ നിയമമാണ്. മാത്രമല്ല ഇവിടെ വ്യത്യാസപ്പെടുന്നത് മർദ്ദവും വ്യാപ്തവുമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് ബോയിൽ നിയമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ബോയിൽ നിയമം ആണെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P1V1 = P2V2 എന്ന് പറയുന്ന ഇക്വേഷനാണ്. P1V1 = P2V2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഉണ്ട്. P1 ആദ്യം തന്ന പ്രഷർ എത്രയാണ്? 2 ATM, 2 ATM. V1 എത്രയാണ്? 20 ലിറ്റർ. ദെൻ P2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സംഖ്യ തന്നിട്ടില്ല, പക്ഷെ നമ്മളോട് കാര്യമുണ്ട് 4 times ഇൻക്രീസ് ചെയ്യാം ഇതിനെ പ്രഷർ. അപ്പോൾ എത്രയാ? ഇതിനെ 4 times ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 8 ATM ആണ് അല്ലേ. 2 × 4. ദെൻ V2 അതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇക്വേഷനിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. P1 2 × V1 20 = P2 8 × V2. 2 × 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ആണ്. 40 = 8 V2. അപ്പോൾ അവിടെ × V2 നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ V2. അപ്പോൾ 40 / 8 =
പിന്നെ 48 കൊണ്ട് ഹരിച്ചാൽ എത്രയാ 5 ആണ് കിട്ടുക. 5 ലിറ്റർ. നമുക്ക് വോളിയല്ലേ കാണാൻ പറഞ്ഞ 5 ലിറ്റർ ആണ് എന്ത് V2 എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. നമ്മൾ ആ സംഗതി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. V2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ 5 ലിറ്റർ ആണ്. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഗ്യാസ് ലോസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ മോൾ സങ്കല്പനത്തിലേക്കാണ് കിടക്കുന്നത്. മോൾ സങ്കല്പനത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയത്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. മോളുകളുടെ എണ്ണം സമം തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ് എന്നുള്ള ആ ഒരു ഇക്വേഷൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. ഈ ചാപ്റ്റർ ഈ മോൾ കൺസെപ്റ്റ് പഠിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഈ പിന്നെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിതിൽ മിക്കവാറും കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ അതാണ്. അപ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഹൗ മെനി മോൾസ് ഇൻ 140 ഗ്രാം നൈട്രജൻ? 140 ഗ്രാം നൈട്രജൻ. അറ്റോമിക് മാസ് ഈസ് 14 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM എന്നാണ്. ഗിവൺ മാസ് നമുക്കിവിടെ തന്ന സംഗതിയാണ് എത്രയാണ് 140. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. ഇത് അറ്റോമിക് മാസ് ഈസ് 14 എന്ന് പറഞ്ഞ് തന്ന പെട്ടെന്ന് നമ്മൾ ആ 14 ഡിവൈഡ് ബൈ 14 ആണ് ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നൈട്രജൻ എന്നാണ് ഇവിടെ തന്നത്. N2 എന്നുള്ളത് ഞാനിവിടെ എഴുതി വെച്ചാണ്. ക്വസ്റ്റ്യനിൽ നൈട്രജൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഈ N2 ആണ് നൈട്രജൻ്റെ മോളിക്കുലാർ മാസ്. അപ്പോൾ അറ്റോമിക് മാസ് ആണ് 14. അപ്പോൾ N2 എന്ന് പറയുന്ന നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 14 × 2 ദാറ്റ്സ് ഈക്വൽ ടു 28 ആണ്. അപ്പോൾ ഇതിൻ്റെ GMM എന്ന് പറയുന്നത് ശരിക്കും 28 ആണ്. അപ്പോൾ 140യെ ഡിവൈഡ് ചെയ്യേണ്ടത് 14 കൊണ്ടല്ല, 28 കൊണ്ടാണ്, 14 കൊണ്ടല്ല. 14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിത് എത്ര മോൾ ആറ്റം ഉണ്ട് എന്നാണ് കിട്ടുക. എത്ര മോൾ മോളിക്യൂൾ ഉണ്ട് എന്നാണ് നമുക്ക് കാണേണ്ടത്. കാരണം അതാണ് കാണേണ്ടത്. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടൊന്നുമില്ല. ആറ്റം ആണെങ്കിൽ നമുക്ക് പിന്നെ ഹൗ മെനി മോൾസ് ഓഫ് ആറ്റം ഇൻ 140 ഗ്രാം നൈട്രജൻ എന്ന് ചോദിക്കും. നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഹൗ മെനി മോൾസ് ഇൻ 140 ഗ്രാം നൈട്രജൻ. ആ ഹൗ മെനി മോൾസ് എന്നുള്ളത് ആറ്റം എന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അതെന്തായിട്ട് നമ്മൾ മനസ്സിലായിക്കൊള്ളണം, മോളിക്യൂളായിട്ട് മനസ്സിലായിക്കൊള്ളണം. അപ്പോൾ മോളിക്യൂൾസിൻ്റെ മോൾ എണ്ണമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. തന്മാത്രകളുടെ മോൾ എണ്ണമാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. തന്മാത്രകളുടെ മോൾ എണ്ണം കാണണമെങ്കിൽ തന്നിരിക്കുന്ന ഭാരത്തെ തന്മാത്രാ ഭാരം കൊണ്ട് GMM കൊണ്ട് ഹരിക്കണം. തന്നിരിക്കുന്ന ഭാരം 140 ആണ്. പിന്നെ GMM എത്രയാണ്? ഗ്രാം മോളിക്കുലാർ മാസ് എത്ര? 28 ആണ്. അതെങ്ങനെ കിട്ടിയ? അറ്റോമിക് മാസ് 14 ആണ്. നൈട്രജൻ്റെ ഒരു ആറ്റത്തിൻ്റെ മാസ് N = 14 ആണ്. അപ്പോൾ N2 എന്ന് പറയുന്ന തന്മാത്രയുടെ ഭാരം എത്രയാണ്? 28 ആണ്. അപ്പോൾ 140ന് 28 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ 5 കിട്ടും. 5 മോളാണ് ആൻസർ. അതായത് 140 ഗ്രാം നൈട്രജനിൽ 5 മോൾ നൈട്രജൻ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ എത്ര ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണണമെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വഴി ഈ അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? N2. അറ്റോമിസിറ്റി N2. 2 നൈട്രജൻ്റെ ആറ്റങ്ങളാണ് ഒരു നൈട്രജൻ തന്മാത്രയിൽ. അതുകൊണ്ട് അറ്റോമിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ആ 2 കൊണ്ട് ഇതിന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 2 × 5 = 10 മോൾ. അതാണ് ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം. അത് നമുക്ക് ഈ വഴിക്ക് തന്നെ കണ്ടുപിടിക്കാം. ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര മോളാണ്? 10 മോൾ. അതെങ്ങനെ നമ്മൾ കണ്ടത്? അറ്റോമിസിറ്റിയെ തന്മാത്രകളുടെ മോൾ എണ്ണം കൊണ്ട് ഗുണിച്ചു. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ 2 ആണ്. കാരണം നൈട്രജൻ്റെ ആറ്റങ്ങളുടെ എണ്ണം ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 2 ആണ്. അതിന് തന്മാത്രകളുടെ മോളെണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആറ്റങ്ങളുടെ മോളെണ്ണം കിട്ടും. അപ്പോൾ 2 × 5 = 10 മോൾ ആറ്റങ്ങളാണ് ഇതിലുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാനിപ്പോൾ ഓർമ്മ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മോളിക്കുലാർ മാസ് കാണാൻ. ചിലപ്പോൾ ഡയറക്റ്റ് മോളിക്കുലാർ മാസ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ മോളിക്കുലാർ മാസ് കാണുമെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, മിക്കവാറും ആളുകൾക്ക് അറിയാം. എന്നാലും ഈ കൂട്ടത്തിൽ അറിയാത്ത കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് മോളിക്കുലാർ മാസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നത്. ഇവിടെ നോക്കാം. നമുക്ക് മോളിക്കുലാർ മാസ് കാണാനുള്ളതൊന്ന് H2O ജലം, മറ്റൊന്ന് NaCl സോഡിയം ക്ലോറൈഡ്, CaCO3 കാൽഷ്യം കാർബണേറ്റ്, H2SO4 സൾഫ്യൂരിക് ആസിഡ്. ഇത്രയും തന്മാത്രകളുടെ തന്മാത്രാ ഭാരം നമുക്ക് കാണണം. ഈ തന്മാത്രാ ഭാരം എങ്ങനെയാണ് കാണുക? അറിയുന്നവർ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത് കാണാൻ ആവശ്യമുള്ളത് എന്താണ്? ഈ തന്മാത്രയിലുള്ള ഓരോ ആറ്റങ്ങളുടെയും അറ്റോമിക ഭാരമാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമുക്കിവിടെ തന്നിട്ടുണ്ട്.
അത് ക്വസ്റ്റ്യനിൽ മിക്കവാറും തന്മാത്രാഭാരം കാണാൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും അത് തരും. മോളിക്കുലാർ മാസ് കാണേണ്ടടുത്ത് അറ്റോമിക് മാസ് നിങ്ങൾക്ക് തരും. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഇതിലേക്ക് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലതന്മാത്രയിലുള്ള ആറ്റങ്ങൾ. 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് എന്നുള്ളത് നമുക്ക് അവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹൈഡ്രജൻ്റെ അറ്റോമിക് ഭാരം ഇവിടുന്ന് എത്രയാണ്? 1 ഇൻറ്റു എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. അപ്പോൾ ഹൈഡ്രജൻ്റെ അത്രയാണ്. പ്ലസ് എന്തിൻ്റെ അറ്റോമിക് ഭാരം? ഓക്സിജൻ്റെ അറ്റോമിക് ഭാരം എത്രയാ? 16. അപ്പോൾ എത്രയാണ് ആകെ? പിന്നെ ഈ ജലത്തിൻ്റെ തന്മാത്രാഭാരം എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. എങ്ങനെയാണ് 18 കിട്ടിയത്? ജലതന്മാത്രയിലുള്ള ഹൈഡ്രജൻ്റെ അറ്റോമിക ഭാരം പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക ഭാരം, അങ്ങനെയാണ് നമുക്ക് 18 കിട്ടിയത്. അപ്പോൾ 18 ജലത്തിൻ്റെ തന്മാത്രാഭാരം. ഇനി സോഡിയം ക്ലോറൈഡ്, സോഡിയത്തിൻ്റെ ഇവിടെ എന്താ? 23. ഒരു സോഡിയം തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ അത് മതി. 23 പ്ലസ് ക്ലോറിനും ഒന്നേ ഉള്ളൂ. ക്ലോറിൻ്റെ ഇവിടെ എത്രയാ? 35.5. അപ്പോൾ എത്രയാ? 58.5. സോഡിയം ക്ലോറൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 58.5 ആണ്. ഇനി കാൽഷ്യം കാർബണേറ്റ് CaCO3, കാൽഷ്യത്തിൻ്റെ ഇവിടെ ഒരു കാൽഷ്യമാണുള്ളത്. കാൽഷ്യത്തിൻ്റെ ഇവിടെ 40 പ്ലസ് സി ഒരു കാർബൺ, കാർബണിൻ്റെ അവിടെ 12 പ്ലസ് O3 3 ഓക്സിജൻ 1 ഓക്സിജൻ. അപ്പോൾ നമുക്ക് കാൽഷ്യം കാർബണേറ്റിൻ്റെതാണ്. കാൽഷ്യം കാർബണേറ്റിന് നോക്ക്, കാൽഷ്യം ഒരു കാൽഷ്യത്തിൻ്റെ ആറ്റം മാത്രം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ എത്രയാണ്? 40 പ്ലസ് കാർബൺ, കാർബണും ഒന്നേ ഉള്ളൂ, ഒരു കാർബൺ ആറ്റേ ഉള്ളൂ. അപ്പോൾ ആ കാർബൺ ആറ്റത്തിൻ്റെതും എത്രയാണ്? ഒരു കാൽഷ്യം ഒരു കാർബൺ, കാർബണിൻ്റെത് 12 പ്ലസ് O3 3 ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെത് 16 ആണ്, 3 ഓക്സിജൻ ഉണ്ട് O3. അപ്പോൾ 16 × 3, 16 × 3 നമുക്ക് വെറുതെ കൂട്ടാൻ എളുപ്പത്തിനോട് 48 എഴുതി വെക്കാം. ഇനി 40ഉം 12ഉം എത്രയാ? 52. 52ഉം 48ഉം 100. അപ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 100 ആണ്. നോക്ക്, H2SO4 സൾഫ്യൂരിക് ആസിഡ്, H2 2 ഹൈഡ്രജൻ, S ഒരു സൾഫർ, O4 4 ഓക്സിജൻ. അപ്പോൾ H2 2 ഹൈഡ്രജൻ, അപ്പോൾ 1 ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ 1 × 2 പ്ലസ് സൾഫർ ഒന്നേ ഉള്ളൂ. എത്രയാണ് സൾഫറിൻ്റെത്? 32 പ്ലസ് ഓക്സിജൻ്റെത് 16 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാ? 1 × 2 2 പ്ലസ് 32 പ്ലസ് 16 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 64 ആണ്. അപ്പോൾ 64 വരും. അപ്പോൾ എങ്ങനെയാണ് വരിക? നോക്ക്, 2 പ്ലസ് 32 34, 34ഉം 64ഉം 98. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 98. അപ്പോൾ ഈ രൂപത്തിലാണ് മോളിക്കുലാർ മാസ്, തന്മാത്രാഭാരം നമ്മൾ കാണുന്നത്. ഈ രൂപത്തിലാണ്. ഈ തന്മാത്രാഭാരം കാണുക എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർബന്ധമായിട്ടുള്ള, എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവമാണ്. നോക്കിയ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. 180 ഗ്രാം ജലം, 180 ഗ്രാം ജലത്തിനെ സംബന്ധിച്ചുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ്, 5 കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ 180 ഗ്രാം ജലം എത്ര മോളാണ്, അതിലെത്ര മോളിക്യൂൾ, എത്ര തന്മാത്രകളുണ്ട്, അതിലെത്ര വോളിയം, എത്ര വ്യാപ്തമുണ്ട്, GMM അതിൽ എത്ര ഗ്രാം മോളിക്കുലർ മാസ്, എത്ര GMM അതിലുണ്ട്, ആറ്റംസ് ആകെ അതിലെത്ര ആറ്റങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്തിങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് കാണേണ്ടത് എന്താ? മോൾ. ഇതിൽ എത്ര മോളുകളുണ്ട്, അതായത് 180 ഗ്രാം ജലം എത്ര മോൾ ജലമാണ്. നമ്മൾ നേരത്തെ പഠിച്ചു മോളുകളുടെ എണ്ണം കാണാനുള്ള സമവാക്യം പഠിച്ചു. എന്താ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM. GMM കൂടെ തന്നിട്ടുണ്ട്, മോളിക്കുലർ മാസ് കൂടെ തന്നിട്ടുണ്ട്, 18 ആണ്. അപ്പോൾ ഗിവൺ മാസ് എത്രയാണ്? 180. അപ്പോൾ മോളുകളുടെ എണ്ണം നമ്മൾ കാണാം. അപ്പോൾ എത്ര വരിക? 180. 180 ഡിവൈഡഡ് ബൈ 18. 180 ഡിവൈഡഡ് ബൈ 18 ചെയ്താൽ നമുക്ക് അതിൻ്റെ മോളുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ ആദ്യം മോളോടൊന്നും ഞാൻ വായിച്ചാണ്. അപ്പോൾ എത്ര മോളാണ് കിട്ടുക? 180 ഡിവൈഡഡ് ബൈ 18 10. ആ മോളുകളുടെ എണ്ണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്താം? 10 മോൾ എന്ന് എഴുതാം. അതായത് 180 ഗ്രാം ജലം എന്ന് പറഞ്ഞാൽ 10 മോളാണ്. ഇനി നമുക്ക് കാണുന്നത് മോളിക്യൂൾസ്, അതായത് തന്മാത്രകൾ. ഇതിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നാ? 10 മോൾ എന്ന് പറഞ്ഞാൽ എത്ര തന്മാത്രയാണ്? 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 6.022 × 10⁻23 മോളിക്യൂൾസ് ആണ്. 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻23 എണ്ണം തന്മാത്രകളാണ്. അങ്ങനെ വരുമ്പം 10 മോൾ എന്ന് പറഞ്ഞാൽ എത്ര തന്മാത്രകളാണ് ഉണ്ടാവുക? 10 × 6.022 × 10⁻23 അത്രയുമാണ് അവിടെ എന്തിൻ്റെ എണ്ണം?
അതിൻ്റെ തന്മാത്രകളുടെ എണ്ണം. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? വോളിയം ആണ് അല്ലേ? വോളിയം അതായത് വ്യാപ്തം. എങ്ങനെയാണ് ഇതിന് STPയിലുള്ള വ്യാപ്തം കാണുക? STPയിലുള്ള വോളിയം എങ്ങനെയാണ് കാണുക? അതായത് STPയിലെ 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ആണ്. 1 മോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.4 ആണ്. അപ്പോൾ ഇത് എത്ര മോൾ ഗ്യാസാണ്? 180 ഗ്രാം H2O എന്ന് പറയുന്നത് എത്ര മോൾ ഗ്യാസാണ്? 10 മോളാണ്. H2O പിന്നെ വേപ്പറൈസ്ഡ്, അതായത് നീരാവിയായി നിൽക്കുമ്പോഴുള്ള അവസ്ഥ കേട്ടോ പറഞ്ഞു. അല്ലാത്ത നിലയ്ക്ക് നമുക്ക് ഇതിൻ്റെ വോളിയം പിന്നെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. 180 ഗ്രാം H2O എന്ന് പറഞ്ഞാൽ നീരാവിയായി നിൽക്കുന്ന അവസ്ഥയിലുള്ള വോളിയമാണ് ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 22.4 ആണ് 1 മോളിൻ്റെ വോളിയം. ഇപ്പോൾ എത്ര മോളാണ്? 10 മോൾ. അപ്പോൾ 22.4 × 10. അപ്പോൾ വോളിയം നമുക്ക് എത്ര കിട്ടുക? 224 ലിറ്റർ ആണ് നമുക്കിതിൻ്റെ വോളിയം കിട്ടുക. ഇനി നോക്കുക GMM എത്ര GMM ആണ് എന്നുള്ളതാണ്. എത്ര GMM ആണെന്ന് ചോദിച്ചാൽ എത്ര മോളുകളാണോ അത്രയും GMM ഉണ്ടാവും. മോളുകളുടെ എണ്ണം കാണാനും GMMകളുടെ എണ്ണം കാണാനും ഒറ്റ സമവാക്യമാണ്. നമ്പർ ഓഫ് മോൾസ് ഓർ നമ്പർ ഓഫ് GMMs ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ മോളുകളുടെ എണ്ണം 10 ആണെങ്കിൽ അവിടെ GMMകളുടെ എണ്ണവും എത്ര തന്നെയായിരിക്കും? 10 GMM. കാരണം 1 GMM എന്ന് പറയുന്നത് 18 ഗ്രാമാണ്. 2 GMM എന്ന് പറയുന്നത് 36 ഗ്രാമാണ്. 3 GMM എന്ന് പറഞ്ഞാൽ 54 ഗ്രാമാണ്. അങ്ങനെ 10 GMM എന്ന് പറഞ്ഞാൽ 180 ഗ്രാമാണ്. അത്രയുമാണ്. ഇനി ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നാ? ആറ്റംസ് ആണ് നമുക്കിനി കാണേണ്ടത്. എങ്ങനെ ആറ്റംസ് കാണാം? ആറ്റംസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിസിറ്റി, അറ്റോമികത ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് അതായത് അറ്റോമികത ഇൻറ്റു തന്മാത്രകളുടെ എണ്ണം. അതാണ് എന്ത്? അറ്റോമികത ഇൻറ്റു തന്മാത്രകളുടെ എണ്ണമാണ് ആറ്റങ്ങളുടെ എണ്ണം. അറ്റോമികത എത്ര? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ എത്ര? 2 1 3. ആ അറ്റോമികത 3 ആണ്. ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ ഈ ചെയ്യുന്നത് എത്രയാ? ഇൻറ്റു 10 ഇൻറ്റു 6.022 × 10⁻23. ഇതാണ് അതിലുള്ള പിന്നെ എന്തിൻ്റെ എണ്ണം? ആകെ ആറ്റങ്ങളുടെ എണ്ണം. 10 × 3 × 10 എന്ന് പറഞ്ഞാൽ 30. അങ്ങനെ ചെയ്താൽ നമുക്ക് 30 × 6.022 × 10⁻23 എന്ന് വേണമെങ്കിൽ നമുക്ക് അതുകൂടെ എഴുതി വെക്കാം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 68 ഗ്രാം അമോണിയ, 28 ഗ്രാം നൈട്രജൻ, 10 ഗ്രാം ഹൈഡ്രജൻ, 128 ഗ്രാം ഓക്സിജൻ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് തന്മാത്രകളുള്ള ഒരു സാമ്പിൾ ഏതാണ്? ലീസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള സാമ്പിൾ ഏതാണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ. പിന്നെന്താണ്? ഒരു ക്വസ്റ്റ്യനും കൂടി ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള 2 സാമ്പിൾസ് ഏതൊക്കെയാണ്? അതായത് ഒരേ എണ്ണം തന്മാത്രകൾ വരുന്ന 2 സാമ്പിളുകൾ ഈ കൂട്ടത്തിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏതാണ് ഏറ്റവും കുറവ് തന്മാത്ര ഉള്ള സാമ്പിൾ? ഏറ്റവും കുറവ് തന്മാത്ര ഉള്ള സാമ്പിൾ ഏതാണ്? അതേപോലെ തന്നെ ഒരേപോലെ തന്മാത്രകളുടെ എണ്ണമുള്ള 2 സാമ്പിളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് കാണണമെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ മോളിക്കുലർ മാസ് ആവശ്യമുണ്ട്. അപ്പോൾ അമോണിയയുടെ മോളിക്കുലർ മാസ് 17 ആണ് ഇവിടെ തന്നു. നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28 ആണ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ്റെത് 2 ആണ്. ഓക്സിജൻ്റെത് 32 ആണ്. അപ്പോൾ ഇത്രയും മോളിക്കുലർ മാസ് നമ്മളോട് കാണാൻ പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ആദ്യം പിന്നെ അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുവെക്കാം. എന്നാൽ ഈ ആൻസർ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തേൻ്റെ എത്ര? 68 ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM അല്ലേ? 68 ഡിവൈഡഡ് ബൈ 17 ഈക്വൽ ടു 4 മോൾ അല്ലേ? അതായത് 68 ഗ്രാം അമോണിയ എന്ന് പറഞ്ഞാൽ 4 മോളാണ്. എന്താ കാരണം? 1 മോൾ അമോണിയ 17 ഗ്രാം ആണ്. അപ്പോൾ 68 ഡിവൈഡ് ബൈ 17. ഇനി ഇതോ 28 ഗിവൺ മാസ് 28 ആണ്. GMM എത്ര തന്നെയാണ്? 28 ആണ്. അപ്പോൾ എത്രയാ? 1 മോൾ. ദെൻ ഇവിടെ 10 ഗ്രാം H2 ഗിവൺ മാസ് 10 ആണ്. GMM എത്രയാ? 2 ആണ്. അപ്പോൾ എത്രയാ? 5 മോൾ ആണ്. ദെൻ 128 ഗ്രാം ഓക്സിജൻ. 128 ആണ് ഗിവൺ മാസ്. 128 ഡിവൈഡഡ് ബൈ ഓക്സിജൻ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പോൾ എത്രയാ വരിക? 4 മോൾ. നമ്മളോട് ചോദിച്ച 2 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇനി നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഏറ്റവും കുറവ് മോളിക്യൂൾസ് ഏതിലാണ്? ഏറ്റവും കുറവ് മോളിക്യൂൾസ് ഇതാ 4154. ഏതാ? ഇതാണ്. അതായത് 28 ഗ്രാം നൈട്രജനിൽ 1 മോൾ മോളിക്യൂൾസേ ആകെ ഉള്ളൂ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുന്ന ഒരേ എണ്ണം തന്മാത്രകൾ വരുന്ന സാമ്പിൾ ഏതാ?
ഇതിലും ഒന്നാമത്തെ 68 ഗ്രാം അമോണിയയിലും 128 ഗ്രാം ഓക്സിജനിലുള്ളത് 4 മോൾ വീതം തന്മാത്രകളാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എങ്ങനെ എഴുതണം? 68 ഗ്രാം അമോണിയ ആൻഡ് 128 ഗ്രാം ഓക്സിജൻ ആർ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. 68 ഗ്രാം അമോണിയയിലും 128. ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. മാസ് ഓഫ് 3 × 6.022 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾ ഈസ് ഡാഷ്. അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16. ഇതാണ് ചോദ്യം. നിങ്ങളോട് എന്താ ചോദിച്ചത്? 3 × 6.022 × 10⁻23 എണ്ണം ഓക്സിജൻ തന്മാത്രകളുടെ മാസ് കാണുക. അതാണ്. അതിനു വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് എന്ത് മാത്രമാണ്? അറ്റോമിക് മാസ് മാത്രമാണ്. ഒറ്റ വൺ വേർഡ് ക്വസ്റ്റ്യനാണ് കണ്ടാൽ, പക്ഷേ ഒന്ന് ചിന്തിക്കാതെ ഇതിൻ്റെ ആൻസർ എഴുതാൻ കഴിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ മാസാണ് ചോദിച്ചത്. അറ്റോമിക് മാസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്സിജൻ്റെ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ O2 ആണ്. ഓക്സിജൻ മാത്രമല്ല, O2, N2, Cl2 അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആറ്റംസ് മോളിക്യൂൾസ് തമ്മിലുള്ള ഡിഫറൻസ്. ആറ്റംസ് ഒക്കെ മോണോ ആറ്റോമിക് ആണ്. ഒരു ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് O, N, Cl, അത് ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. എന്നാൽ ഓക്സിജൻ്റെ മോളിക്യൂൾ ആകുമ്പോൾ O2, നൈട്രജൻ്റെ മോളിക്യൂൾ ആകുമ്പോൾ N2, ക്ലോറിൻ്റെ മോളിക്യൂൾ ആകുമ്പോൾ Cl2. ഇങ്ങനെ വരും. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ O2 ആണ്. മാസ് ഓഫ് 3 × 6.022 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾ ഈസ് ഡാഷ്. 3 × അവോഗാഡ്രോ നമ്പർ ആണ്. 3 × അവോഗാഡ്രോ നമ്പർ = 3 മോൾ ആണ്. അവോഗാഡ്രോ നമ്പറിനെയാണ് നമ്മൾ 1 മോൾ എന്ന് പറയുന്നത്. ഒരു അവോഗാഡ്രോ നമ്പറിനെയാണ് 1 മോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ 3 × അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 മോളാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? മാസ് ഓഫ് 3 മോൾ ഓക്സിജൻ മോളിക്യൂൾ ഈസ്. അത്രയാണ്. 3 മോൾ ഓക്സിജൻ മോളിക്യൂൾസിൻ്റെ മാസാണ് ചോദിച്ചത്. ഇത് 3 മോളിന് ഈക്വൽ ആണ്. 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ 1 മോൾ. അപ്പോൾ അതേ × 3 എന്ന് പറഞ്ഞാൽ 3 മോളാണ്. അപ്പോൾ 3 മോൾ ഓക്സിജൻ്റെ മാസാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 മോൾ ഓക്സിജൻ്റെ മാസ് കിട്ടി നമുക്ക് 3 മോൾ ഓക്സിജൻ്റെ മാസ് കാണാം. 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O2 ആണ്. O അല്ല, O2 ആണ്. ഈ തന്നിരിക്കുന്ന ഓക്സിജൻ അറ്റോമിക് മാസ് ആണ്. മോളിക്യൂൾ O2 ആണ്. അപ്പോൾ 16 × 2 കണ്ടാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഓക്സിജന്റെ മോളിക്കുലർ മാസ് കിട്ടുള്ളൂ. മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ ഈസ് 32. അപ്പോൾ ഇനി നമുക്ക് 3 മോൾ. അപ്പോൾ ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 ആയതുകൊണ്ട് പിന്നെ 1 gmm ഓക്സിജൻ = 32 ഗ്രാം. ദാറ്റ്സ് ഈക്വൽ ടു 1 മോൾ ഓക്സിജൻ. 1 മോൾ ഓക്സിജൻ 32 ഗ്രാം ആണ്. ഈ 3 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 3 × 32 ദാറ്റ്സ് ഈക്വൽ ടു 96 ഗ്രാം ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 96 grams. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 360 ഗ്രാം ഗ്ലൂക്കോസ് ആർ ഗിവൺ. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല അവിടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. 360 ഗ്രാം ഗ്ലൂക്കോസ് ആർ ഗിവൺ. 360 ഗ്രാം ഗ്ലൂക്കോസ് തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ 1, ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ ദ സാമ്പിൾ? ഈ തന്നിരിക്കുന്നവയിൽ എത്ര തന്മാത്രകൾ ഉണ്ട്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാ. ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ സാമ്പിൾ? എന്താണ് ഇതിലെ മൊത്തം ഈ തന്നിരിക്കുന്ന 360 ഗ്രാം ഗ്ലൂക്കോസിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഇതിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഹിൻഡ് തന്നിട്ടുള്ളത് താഴെ മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് ഈസ് 180 എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ മോളിക്യൂൾസ് കാണണം, രണ്ടാമത്തെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണണം. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ നമ്മൾ how many molecules? എങ്ങനെ മോളിക്യൂൾസ് കാണാം? മോളിക്യൂൾസ് എങ്ങനെ കാണാം? മോളിക്യൂൾസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? നമ്പർ ഓഫ് മോൾസ് കാണണം. നമ്പർ ഓഫ് മോൾസ് കാണാം. മോളിക്കുലർ മാസ് ഈസ് 180. അത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് 180 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ gmm, ഗ്രാം മോളിക്കുലർ മാസ്. ഗിവൺ മാസ് ഈസ് 360. ഗ്രാം മോളിക്കുലർ മാസ് ഈസ് 180. ദാറ്റ്സ് ഈക്വൽ ടു 2. 2 എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 2. Number of moles equal to given mass divided by gram molecular mass. Given mass is 360 gram. Gram molecular mass is 180 gram. അപ്പോൾ തന്നിരിക്കുന്ന ഭാരം 360 ഗ്രാം മോളിക്കുലർ മാസ് 180 ആയതുകൊണ്ട് 360/180 മോളുകളുടെ എണ്ണം 2 മോൾ. ചോദിച്ചിരിക്കുന്ന മോളുകളുടെ ഹൗ മെനി മോളിക്യൂൾസ് എന്നാണ്. ഹൗ മെനി മോളിക്യൂൾസ്. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ്? മോളുകളുടെ എണ്ണം ഇൻറ്റു 6.022 × 10⁻23. ഇതാണ് മോളുകളുടെ എണ്ണം. അതായത് തന്മാത്രകളുടെ എണ്ണം. മോളുകളുടെ എണ്ണം ഇൻറ്റു അവോഗാഡ്രോ സംഖ്യ. ഇതാണ് തന്മാത്രകളുടെ എണ്ണം. അപ്പോൾ എ എന്ന് പറയുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. 2 × 6.022 × 10⁻23 എന്ന് പറയുന്നതാണ്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ?
അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളതാണ്. അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതെങ്ങനെയാണ്? അറ്റോമിസിറ്റി എത്രയാണ്? ഗ്ലൂക്കോസിന്റെ അറ്റോമിസിറ്റി. എന്താ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള ആകെ ആറ്റങ്ങളുടെ എണ്ണം. നോക്ക്, ഗ്ലൂക്കോസിൽ 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും. 6 + 12 18, 18 + 6 24 ആറ്റങ്ങളാണ് ഗ്ലൂക്കോസിന്റെ ഒരു മോളിക്യൂളിലുള്ളത്. അതുകൊണ്ട് ഈ അറ്റോമിസിറ്റി, ഗ്ലൂക്കോസിന്റെ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാ? 24 ആണ്. ബി ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ചെയ്യുന്നത് ഗ്ലൂക്കോസിന്റെ അറ്റോമിസിറ്റി 24 ആണ്. അപ്പൊ 24 ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ദാറ്റ്സ് ഈക്വൽ ടു 48 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ബി ക്വസ്റ്റിന്റെ ആൻസർ ഇത്രയുമാണ്. അടുത്തൊരു ചോദ്യം വോളിയമായിട്ട് ബന്ധപ്പെട്ട്. വോളിയം ഓഫ് 5 മോൾ എനി ഗ്യാസ് അറ്റ് STP. എത്ര? 5 മോൾ ഏത് വാതകത്തിൻ്റെയും STPയിലെ വ്യാപ്തം എത്രയാണെന്നാണ്. അപ്പോൾ 5 മോൾ വാതകം STPയിലാണ്. ഏത് വാതകം ആയിക്കോട്ടെ അതിൻ്റെ വ്യാപ്തം എത്രയാണ് എന്ന് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോൾ വാതകത്തിൻ്റെ STPയിലെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്ററാണ്. എപ്പോഴും STPയിലുള്ള ഒരു മോൾ വാതകത്തിന്റെ വ്യാപ്തം 22.4. അപ്പോൾ 5 മോൾ വാതകത്തിന്റെ വ്യാപ്തം എത്രയാ? 5 ഇൻറ്റു 22.4 സമം 112 ലിറ്റർ എന്നുള്ളതാണ് ഈ ക്വസ്റ്റിന് സിമ്പിളായിട്ട് നമുക്ക് ആൻസർ. നമുക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പെട്ടെന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നു, ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്നത് 44.8 ലിറ്റർ നൈട്രജൻ ഡയോക്സൈഡ് NO2 അറ്റ് STP തന്നിരിക്കുന്ന അതാണ്. 44.8 ലിറ്റർ നൈട്രജൻ ഡയോക്സൈഡ് STP. ഇനി അതിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? മോളിക്യൂൾ, തന്മാത്രകൾ എത്രയാണ്? മോൾ, അതിലെ മോളുകളുടെ എണ്ണം എത്രയാണ്? ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? GMM, ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം എത്രയാണ്? ഒരിക്കൽ കൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്ന 44.8 ലിറ്റർ 44.8 ലിറ്റർ നൈട്രജൻ ഡയോക്സൈഡ് STPയിലുള്ള നൈട്രജൻ ഡയോക്സൈഡിൻ്റെ നമുക്ക് കാണേണ്ട വസ്തുതകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്പർ ഓഫ് മോളുകളുടെ എണ്ണം, മറ്റൊന്ന് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്മാത്രകളുടെ എണ്ണം, മറ്റൊന്ന് നമ്പർ ഓഫ് GMM ഗ്രാം മോളിക്കുലാർ മാസുകളുടെ എണ്ണം, നമ്പർ ഓഫ് ആറ്റങ്ങളുടെ എണ്ണം. ഇത്രയുമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ്, നൈട്രജൻ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് അവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 44.8 ലിറ്റർ 44.8 ലിറ്റർ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ ആണ് എന്ന് നമുക്ക് ആദ്യം കാണാം. നമുക്ക് തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. 44.8 ലിറ്ററിലാണ് തന്നത്. അപ്പോൾ ഈ 44.8 ലിറ്ററിൽ തന്നു കഴിഞ്ഞാൽ മോളാർ വോളിയം കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാ? 22.4 ആണ്. ഏത് സമയവും ലിറ്ററിലാണ് വ്യാപ്തം തന്നത്. എന്നിട്ട് നിങ്ങളുടെ മോളുകളുടെ എണ്ണം കാണാനാണ് പറഞ്ഞത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ലിറ്ററിനെ മോളാർ വോളിയം കൊണ്ട്, മോളാർ വ്യാപ്തം കൊണ്ടും ഡിവൈഡ് ചെയ്യണം. മോളാർ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 22.4 ആണ്. 44.8 22.4 ഡിവൈഡ് ചെയ്ത് 2 കിട്ടുക. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 2. അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയതിൻ്റെ ഉത്തരം 2 ആണ്. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഒന്നും കാണാനല്ല. അതായത് നമ്പർ ഓഫ് മോൾസ് എത്രയാണോ അതേ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് തന്മാത്രകളുടെ എണ്ണം, മോളുകളുടെ എണ്ണത്തെ അവോഗാഡ്രോ സംഖ്യ കൊണ്ട് ഗുണിച്ച് എഴുതുക. ഇനി GMMകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ട. എത്രയാണോ മോളുകളുടെ എണ്ണം അത്ര തന്നെയായിരിക്കും ഗ്രാം മോളിക്കുലാർ മാസുകളുടെയും എണ്ണം. മോളുകളുടെ എണ്ണം എത്രയാണോ അത്ര തന്നെയായിരിക്കും ഗ്രാം മോളിക്കുലാർ മാസുകളുടെയും എണ്ണം. ഇനി ആറ്റങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ആറ്റങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അറ്റോമിസിറ്റി ഇൻറ്റു തന്മാത്രകളുടെ എണ്ണം. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമികത. NO2 എന്ന് പറയുന്ന ഈ മോളിക്യൂളിൻ്റെ അറ്റോമികത എത്രയാണ്? ഒരു നൈട്രജനും 2 ഓക്സിജനും 3 ആണ്. അപ്പോൾ അറ്റോമിസിറ്റി 3 ഇൻറ്റു തന്മാത്രകളുടെ എണ്ണം 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ആക്ച്വലി ഈ ചോദ്യത്തിൽ നമുക്ക് മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടെങ്കിൽ കൂടി ഈ മോളിക്കുലാർ മാസിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ മോളിക്കുലാർ മാസിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല. പക്ഷെ ഒരു ചോദ്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്യാണ്.
ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മോളിക്കുലർ മാസിൻ്റെ ആവശ്യം വരും. അതായത് ഇത്രയും നൈട്രജൻ ഡയോക്സൈഡിൻ്റെ മാസ് എത്രയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ചോദിച്ചാൽ, അത്രയും നൈട്രജൻ ഡയോക്സൈഡിൻ്റെ മാസ് എത്രയാണെന്നുള്ള ക്വസ്റ്റ്യനും കൂടി നിങ്ങളോട് ചോദിക്കാൻ വിചാരിക്കാം. അപ്പം എങ്ങനെയാണ് കാണാം? 1 മോൾ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ മാസ് എന്തായിരിക്കും? 46 ആയിരിക്കും. കാരണം നൈട്രജൻ ഡയോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 46 ആണ്. അപ്പം 1 മോൾ നൈട്രജൻ ഡയോക്സൈഡ് ഈക്വൽ ടു 46 ഗ്രാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 44.8 ലിറ്റർ നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ 2 മോൾ അല്ലേ? 1 മോൾ 46 ഗ്രാം ആണെങ്കിൽ 2 മോൾ 2 ഇൻറ്റു 46 സമം 92 ഗ്രാം. ഇങ്ങനെ ഒരു ചോദ്യം കൂടി എൻ്റെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞു തന്നല്ലോ കേട്ടോ. അന്ന് അതും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം. മാസ് കാണാൻ എന്താ ചെയ്തത്? തന്മാത്ര മോളുകളുടെ എണ്ണത്തെ ഗ്രാം മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിച്ചു. മോളുകളുടെ എണ്ണം 2 ആണ്, മോളിക്കുലാർ മാസ് 46 ആണ്. അതുകൊണ്ട് ഗ്രാം മോളിക്കുലാർ മാസ് 46 ഗ്രാമാണ്. അപ്പോൾ 2 ഇൻറ്റു 46 92 ഗ്രാമാണ് നമുക്കിതിൻ്റെ മാസ് കിട്ടിയത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് സാമ്പിൾസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ മാസ്. അതായത് താഴെ തന്നിരിക്കുന്ന സാമ്പിളുകളെ അവയുടെ മാസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കുക. മാസ് ഇൻക്രീസ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മാസ് അല്ല തന്നിട്ടുള്ളത് അല്ലേ? അതിലൊന്ന് 5 GMM കാർബൺ ഡൈ ഓക്സൈഡ്, 5 ഗ്രാം മോളിക്കുലർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ്, 10 GMM ഓക്സിജൻ, 10 ഗ്രാം മോളിക്കുലർ മാസ് ഓക്സിജൻ, 3 മോൾ H2O, 3 മോൾ H2O, പിന്നെ 89.6 ലിറ്റർ നൈട്രജൻ അറ്റ് STP, 89.6 ലിറ്റർ നൈട്രജൻ STP. നമുക്കിവിടെ കാണേണ്ടതാണ് ഈ 4 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ഈ 4 സാമ്പിളുകൾക്കും ഓരോ മാസ് ഉണ്ട്. ആ മാസ് നമുക്ക് കാണാൻ സാധിക്കും. ആ മാസ് നമ്മൾ കണ്ടിട്ട് ആ മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. അതായത് ഏറ്റവും കുറഞ്ഞത് ആദ്യം എഴുതുക, പിന്നെ കൂടിയത്, അവസാനം ഏറ്റവും കൂടിയത് അവസാനം വരുന്ന രൂപത്തിൽ ഇതിനെ നമ്മൾ അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഓരോ സാമ്പിളിൻ്റെയും മാസ് കാണുക എന്നുള്ളതാണ്. ഓരോ സാമ്പിളിൻ്റെയും മാസ് കാണുക എന്ന് പറഞ്ഞാൽ 5 GMM കാർബൺ ഡൈ ഓക്സൈഡ്, 5 GMM കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് എത്ര ഗ്രാമാണെന്ന് നമുക്കറിയണം. അതിന് ഏറ്റവും താഴെ ഇവിടത്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ അതിൻ്റെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. എന്താ? എല്ലാത്തിൻ്റെയും മോളിക്കുലർ മാസ് കൊടുത്തിട്ടുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 44 ആണ്, ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 ആണ്, H2O വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്, N2 മോളിക്കുലർ മാസ് 28 ആണ്. അത്രയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഓരോന്നും എത്ര മാസ്സാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻ അവിടെ എഴുതിയതായിരുന്നു. ഇത് നമുക്ക് പറയാം. ഇവിടെ ആദ്യം തന്നത് 5 ഗ്രാം മോളിക്കുലർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ്, 5 ഗ്രാം മോളിക്കുലർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത്. 5 ഗ്രാം മോളിക്കുലർ മാസ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണെന്ന് നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44 ആണ്. ആ 5 GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണെന്ന് അറിയണമെങ്കിൽ 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് is equal to 44 gram because the molecular mass of carbon dioxide is 44. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലർ മാസ് 44 ആണ്. അതുകൊണ്ട് 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 44 ഗ്രാം ആണ്. അപ്പം 5 GMM കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 44 ഇൻറ്റു 5 സമം എത്ര വരിക? 220 ഗ്രാം വരുന്നത് 220 ഗ്രാമാണ്. അപ്പോൾ ഇനി അടുത്ത സാമ്പിൾ നമുക്ക് തന്നിരിക്കുന്നത് ഏതാ? 10 GMM. അടുത്ത സാമ്പിൾ തന്നിരിക്കുന്നത് 10 ഗ്രാം മോളിക്കുലർ മാസ് ഓക്സിജൻ ആണ്, O2. ഓക്സിജന്റെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞത് 32 ആണ്. ഓക്സിജന്റെ മോളിക്കുലർ മാസ് 32 ആണ്. അപ്പം 1 GMM ഓക്സിജൻ is equal to 32 ഗ്രാം. അപ്പോൾ 10 GMM is equal to 10 into 32 is equal to 320 grams. അതാണ് ഓക്സിജൻ്റെത്. മൂന്നാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 3 മോൾ H2O ആണ്. H2Oന്റെ മോളിക്കുലർ മാസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 18 ആണ് H2Oന്റെ മോളിക്കുലർ മാസ്. അതുകൊണ്ട് 1 മോൾ H2Oന്റെ മോളിക്കുലർ മാസ് 18 ആയതുകൊണ്ട് 1 GMM H2O എന്ന് പറഞ്ഞാൽ 18 ഗ്രാം ആണ്.
1 GMM എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1 മോളിന് ഈക്വൽ ആണ്. 1 മോൾ വാട്ടർ is equal to 18 gram. Also 1 GMM water is equal to 18 gram. ഒരു ഗ്രാം മോളിക്കുലാർ മാസ് വാട്ടർ എന്ന് പറഞ്ഞാലും ഒരു മോൾ വാട്ടർ എന്ന് പറഞ്ഞാലും എത്ര ഗ്രാം ആണ്? 18 ഗ്രാം ആണ്. അപ്പോൾ 3 മോൾ H2O. അപ്പോൾ അങ്ങനെ വരിക 18 into 3 that's equal to 54 grams. അതായത് 3 മോൾ H2O, 3 മോൾ ജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 54 ഗ്രാം ജലമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 89.6 ലിറ്റർ 89.6 ലിറ്റർ N2 അല്ലേ? N2ന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ 89.6 ലിറ്റർ എത്ര ഗ്രാം ആണെന്നാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ അത് എത്ര ഗ്രാം ആണെന്ന് കാണാൻ 89.6 ലിറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം എത്ര മോൾ ആണ് എന്നുള്ളത് നമ്മൾ കാണണം. എത്ര മോൾ ആണെന്ന് കാണാൻ എന്താ ചെയ്യുക? 89.6നെ 89.6 എന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് 89.6നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 എന്ന ആൻസർ കിട്ടും. കാരണം 1 മോൾ ഗ്യാസ് അറ്റ് STP, വോളിയം ഓഫ് 1 മോൾ ഗ്യാസ് അറ്റ് STP എന്ന് പറഞ്ഞാൽ 22.4 ആണ്. STPയിലുള്ള 1 മോൾ വാതകത്തിൻ്റെ വ്യാപ്തം 22.4 ആണ്. അപ്പോൾ 89.6 ലിറ്റർ വാതകത്തിൻ്റെ വ്യാപ്തം കിട്ടണമെങ്കിൽ 89.6നെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ 4 മോളാണ്. അതായത് 89.6 ലിറ്റർ നൈട്രജൻ എന്ന് പറയുന്നത് 4 മോളാണ്. 1 മോൾ എന്ന് പറയുന്നത് എത്ര ഇവിടെ തന്നിട്ടുണ്ട്? എത്രയാ? 28 ആണ്. 1 മോൾ എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ 4 മോൾ എന്ന് പറയുന്നത് 4 into 28. 4 into 28 എന്ന് പറഞ്ഞാൽ 112 ഗ്രാംസ് ആണ്. 112 ഗ്രാംസ് ആണ് 4 into 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 4 into 28 എന്ന് പറഞ്ഞാൽ 112 ഗ്രാം. ഇനി ഇത് വെച്ച് നമുക്കിത് ആൻസർ ആയിട്ടില്ല. ഇത് നമ്മളെല്ലാത്തിൻ്റെയും മാസ് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓർഡറിൽ, പറഞ്ഞ ഓർഡറിൽ, ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ 3 മോൾ H2O, അത് 54 ഗ്രാമാണ്. ഏറ്റവും കുറവ് ഈ കൂട്ടത്തിൽ അതാണ് 3 മോൾ H2O. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 89.6 ലിറ്റർ നൈട്രജൻ, അതെന്ന് പറഞ്ഞാൽ 112 ഗ്രാമാണ്, 112 ഗ്രാമാണ്. ഇതിൻ്റെ മുകളിൽ ഇതാണ്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന 5 GMM കാർബൺ ഡൈ ഓക്സൈഡ്. 5 GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 220 ഗ്രാംസ് ആണ്, 220 ഗ്രാമാണ്. പിന്നെ 10 മോൾ 10 GMM ഓക്സിജൻ, 10 GMM ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 320 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇതാണ്, രണ്ടാമത് എഴുതേണ്ടത് ഇതാണ്, മൂന്നാമത് ഇതിനെയും നാലാമത് ഇതിനെയും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനെ ഒന്ന് ശ്രദ്ധിച്ചോളാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്, വായിച്ചു നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് സാമ്പിൾസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോൾസ്. അതായത് തന്നിരിക്കുന്നത് 90 ഗ്രാം H2O, 48 ഗ്രാം CH4, 100 ഗ്രാം CaCO3, 96 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡ്. ഇതിൻ്റെയൊക്കെ ഹിൻഡ് മോളിക്കുലർ മാസ് താഴെ തന്നിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് നോക്കിക്കോളുക. നിങ്ങൾ ചെയ്യേണ്ടത് അറേഞ്ച് ദ ഫോളോയിങ് സാമ്പിൾസ്. ഈ സാമ്പിൾസിനെ അറേഞ്ച് ചെയ്യണം എന്തായിട്ട്? അസെൻഡിങ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോൾസ്. അസെൻഡിങ് ഓർഡർ അതായത് ഈ തന്നിരിക്കുന്ന സാമ്പിളുകളിലെ മോളുകളുടെ എണ്ണം അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, ഏറ്റവും കുറഞ്ഞത് ആദ്യം, പിന്നെ കൂടി വരും. അതാണ് അസെൻഡിങ് ഓർഡർ. അങ്ങനെ ക്രമീകരിക്കണം. അതായത് 90 ഗ്രാം ജലം H2O, 48 ഗ്രാം മീഥെയിൻ CH4, 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ്, 96 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡ്. ഇവയെ അവയുടെ തന്മാത്രകളുടെ മോൾ എണ്ണം കൂടി വരുന്ന ക്രമത്തിൽ ക്രമീകരിക്കണം. അതാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ. അതിന് താഴെ തന്നിട്ട് പിന്നെ ജലത്തിൻ്റെ മോളിക്കുലർ മാസ് 18 ആണ്, CH4 16 ആണ്, CaCO3 100 ആണ്, SO2 64 ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസർ ഞാൻ അതിൻ്റെ ശേഷം തന്നെ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളതിന് നിൽക്കാതെ നിങ്ങളതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ട് മാത്രം അടുത്ത പാർട്ട് കാണാം കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. എ എന്ന് പറഞ്ഞാൽ 90 ഗ്രാം ജലമാണ്. 90 ഗ്രാം ജലത്തിലെ മോളുകളുടെ എണ്ണം കാണാൻ തന്നിരിക്കുന്ന ഭാരം ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് 90/18 അത്രയാ 5 മോൾ. പിന്നെ 48 ഗ്രാം മീഥെയിൻ, 48/16 മീഥെയിൻ്റെ മോളിക്കുലർ മാസ് 16 ആണ്.
3 മോൾ. പിന്നെ 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് മോളിക്കുലർ മാസ് 100 ആണ്. 100/100 സമം 1 മോൾ. 96 ഗ്രാം സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് 64 ആണ്. 96/64 സമം 1.5 മോൾ. അപ്പോൾ അതിൻ്റെ അസെൻഡിങ് ഓർഡർ കൂടി വരുന്ന ക്രമമാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ കൂടി വരുന്ന ക്രമം അവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും കുറവുള്ള സി ആണ്. CDBA ആ താഴെ എഴുതിയിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ രൂപത്തിലാണ് ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബോർഡിലേക്ക് ശ്രദ്ധിച്ചോളാം. ഞാൻ അവിടെ എഴുതിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സമവാക്യമാണ്, ഒരു ഇക്വേഷനാണ്. N2 + 3H2 gives 2NH3. നൈട്രജനും ഹൈഡ്രജനും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് അമോണിയ ഉണ്ടാകുന്ന ആ റിയാക്ഷൻ്റെ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, സമവാക്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു സമവാക്യമാണത്. അപ്പോൾ നോക്കിക്കോളാം, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 2 മോൾ ഓഫ് നൈട്രജൻ ഈസ് ഡാഷ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ്, എത്ര മോൾ ഹൈഡ്രജൻ ആവശ്യമാണ് എന്തിന്? ടു കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത്, പൂർണ്ണമായും പ്രവർത്തിക്കാൻ. 2 മോൾ ഓഫ് നൈട്രജൻ, 2 മോൾ നൈട്രജനുമായി പൂർണ്ണമായി പ്രവർത്തിക്കാൻ എത്ര മോൾ ഹൈഡ്രജൻ ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി പറയാം, 2 മോൾ നൈട്രജനുമായി പൂർണ്ണമായും പ്രവർത്തിക്കാൻ ആവശ്യമായ ഹൈഡ്രജൻ്റെ മോൾ എണ്ണം എത്ര? ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ. അതിനുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് മുകളിൽ നിന്ന്. ആ ഇക്വേഷനെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ആൻസർ കണ്ടെത്താം? നമുക്ക് ആദ്യം ഇതിൻ്റെ റേഷ്യോ വേണം അല്ലേ? ഈ റിയാക്ഷൻ്റെ റേഷ്യോ, റിയാക്ടൻ മോളിക്യൂൾസും പ്രൊഡക്റ്റ് മോളിക്യൂൾസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ N2 1 നൈട്രജനാ ഈസ് 3H2 3 ഹൈഡ്രജനാ ഈസ് 2NH3 2 അമോണിയ ഉണ്ടാവുന്നത്. 1:3:2 എന്നാണ് യഥാർത്ഥത്തിൽ ഈ റിയാക്ഷൻ്റെ റേഷ്യോ എന്ന് പറയുന്ന, അനുപാതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ഒരു നൈട്രജൻ, ഈ N2 അല്ല, ഇവിടെ വരുന്നതാണ് മോളിക്യൂൾസിൻ്റെ എണ്ണം, അവിടെ അല്ല, അതുകൊണ്ട് ഇത് 1 3H2 അപ്പോൾ അത് 3 2NH3 2. അതാണ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ. ഈ നമ്പറിന് ഒരിക്കലും റേഷ്യോ എടുത്ത് എഴുതരുത്, അത് ആറ്റംസിൻ്റെ നമ്പറാണ്, ഒരിക്കലും അത് എഴുതരുത്. അപ്പോൾ 1:3:2 ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 2 മോൾ ഓഫ് നൈട്രജൻ. 1 മോൾ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 3 മോൾ ഹൈഡ്രജൻ വേണം എന്നുള്ളത് ഈ ഇക്വേഷനിലുണ്ട്. 1 മോൾ നൈട്രജനുമായിട്ടില്ലേ, 1:3 ആണ്. 1 മോൾ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ 3 മോൾ ഹൈഡ്രജൻ വേണം എന്നുള്ളത് ഇക്വേഷൻ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ? 2 മോൾ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ഹൈഡ്രജൻ വേണം? 1 മോൾ നൈട്രജൻ 1:3 ആണെങ്കിൽ 2:6 അല്ലേ? അപ്പോൾ എത്ര വരിക? 6 6 മോൾ ഹൈഡ്രജൻ വേണ്ടി വരും. 1 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കാൻ 3 മോൾ ഹൈഡ്രജൻ വേണ്ട സ്ഥാനത്ത് 2 മോൾ നൈട്രജനുമായി പ്രവർത്തിക്കണമെങ്കിൽ 6 മോൾ ഹൈഡ്രജനാണ് നമുക്ക് ആവശ്യമായിട്ട് വരാം അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 2 മോൾ ഓഫ് നൈട്രജൻ ഈസ് 6 മോൾ ഹൈഡ്രജൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ, വേറെ നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബോർഡിലെ ചോദ്യം ശ്രദ്ധിച്ചോളാം. NaOH + HCl gives NaCl + H2O അല്ലേ? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് സോഡിയം ക്ലോറൈഡും വാട്ടറും ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ ഇക്വേഷനാണ്. അതായത് ഒരു ന്യൂട്രലൈസേഷൻ ഇക്വേഷനാണ്. ഇവിടെ ഞാൻ മലയാളത്തിലെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ എഴുതാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കുറച്ച് സ്ഥലം മതി എഴുതാൻ, അതുകൊണ്ടാണ് ഇതുവരെ മലയാളം പരീക്ഷിക്കാത്ത. മലയാളം ഞാൻ അതിൻ്റെ കൂടെ പറയായിരുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ മലയാളത്തിലെ ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ കൂടെ അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ പറയാം. 2 മോൾ HCl-മായി പ്രവർത്തിക്കാൻ ആവശ്യമായ NaOH-ൻ്റെ മോൾ എണ്ണം എത്ര അല്ലേ? അതായത് ഹൗ മെനി മോൾസ് ഓഫ് NaOH ഈസ് നീഡഡ് ടു കംപ്ലീറ്റ്ലി റിയാക്ട് വിത്ത് 2 മോൾ ഓഫ് HCl. 2 മോൾ HCl-മായി പ്രവർത്തിക്കാൻ ആവശ്യമായ NaOH-ൻ്റെ മോൾ എണ്ണം എത്ര? രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ഗ്രാം NaOH പൂർണ്ണമായും പ്രവർത്തിക്കാൻ ആവശ്യമായ HCl-ൻ്റെ മോൾ എണ്ണം എത്ര? അതാണ് ഹൗ മെനി നമ്പർ ഓഫ് മോൾസ് HCl ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് 200 ഗ്രാം ഓഫ് NaOH അല്ലേ? ഇത് നിർവീര്യമാകാൻ, പൂർണ്ണമായും പ്രവർത്തിക്കാൻ, ഏത് 200 ഗ്രാം NaOH പൂർണ്ണമായും പ്രവർത്തിക്കാൻ ആവശ്യമായ HCl-ൻ്റെ മോൾ എണ്ണം എത്ര? ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുകയാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളെ ആൻസർ പറയുന്നൊന്ന് ശ്രദ്ധിക്കാം.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റേഷ്യോ തന്നെയാണ് ഇവിടുത്തെയും വിഷയം. NaOH HCl ഇത് മതി, അങ്ങോട്ട് നമുക്ക് വേണ്ട. പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുന്നില്ല, റിയാക്ടൻസിനെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. അപ്പോൾ NaOH + HCl, ഒരു NaOHും ഒരു HClഉം തമ്മിലാണ് റിയാക്ഷൻ 1:1 ആണ്. 1:1 ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താ? 2 മോൾ HClന് പിന്നെ നിർവീര്യമാക്കാൻ പൂർണ്ണമായും പ്രവർത്തിക്കണമെങ്കിൽ എത്ര മോൾ NaOH വേണം എന്നുള്ളതാണ്. 1 മോൾ HClന് 1 മോൾ NaOH വേണമെന്നുണ്ടെങ്കിൽ 2 മോൾ HClന് എത്ര മോൾ NaOH വേണ്ടി വരും? 2 മോൾ NaOH വേണ്ടി വരും. അപ്പോൾ 2:2 ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. 2-ന് 2, 1-ന് 1 ആണെങ്കിൽ 2-ന് 2. പിന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത് 200 ഗ്രാം NaOH ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് പറയുന്നത് 200 ഗ്രാം NaOH ആണ്. 200 ഗ്രാം NaOHനെ ന്യൂട്രലൈസ് ചെയ്യാൻ എത്ര മോൾ HCl വേണമെന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണേ ആൻസർ ചെയ്യുന്നത്. എത്ര ഗ്രാം HCl വേണമെന്ന് ചോദിച്ചിട്ടില്ല, എത്ര മോൾ HCl വേണമെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പം ഗ്രാം ആണെങ്കിൽ ഗ്രാമിലേക്ക് ചോദിക്കണം, ഇവിടെ മോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണണം? ഈ 1:1 എന്ന് പറഞ്ഞ റേഷ്യോ നമുക്കറിയാം. 1:1 എന്നുള്ള റേഷ്യോ. അപ്പോൾ 200 ഗ്രാം എത്ര മോളാണെന്ന് അറിയണം. 1 മോൾ ഈസ് 1 മോളാണ്. അപ്പോൾ 200 ഗ്രാം NaOH എത്ര മോളാണ്? NaOHന്റെ മോൾ എണ്ണം കാണണമെങ്കിൽ NaOHന്റെ മോളിക്കുലാർ മാസ് നമുക്കറിയാം. NaOHന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 200 ഗ്രാം NaOH എന്ന് പറഞ്ഞാൽ എത്ര മോളാണ്? അപ്പോൾ നമുക്ക് എന്ത് കാണാം? മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ GMM. 200 / 40 5 മോളാണ്. 200 മോൾ NaOH എന്ന 200 ഗ്രാം NaOH എന്ന് പറയുന്നത് എത്ര മോളാണ്? 5 മോളാണ്. 1 മോൾ NaOHന് 1 മോൾ HCl വേണമെങ്കിൽ 5 മോൾ NaOHന് എത്ര മോൾ HCl വേണ്ടി വരും? 5 മോൾ HCl വേണ്ടി വരും. 5 മോൾ HCl ഈസ് റിക്വയർഡ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ റിവിഷനോട് അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ചു നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇഷ്ടം പോലെ ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യാനുണ്ട് വേണമെങ്കിൽ. പക്ഷേ ചോദ്യങ്ങളുടെ മോഡലുകൾ, മാതൃകകൾ മാത്രമാണ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എല്ലാ ഭാഗവും ടച്ച് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് ഇഷ്ടംപോലെ സമയം വേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തിയിട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസിനെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പിന്നെ പഠിക്കാം, റിവിഷൻ ചെയ്യാം. നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൻ്റെ ആദ്യ ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് കിട്ടാത്ത ആളുകൾക്ക് അതിൽ കയറിയിട്ട് ആദ്യത്തെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ്റെ പിന്നെ നോട്ടിഫിക്കേഷൻ നേരത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് അടുത്ത അപ്ലോഡ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നേരത്തെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ചാപ്റ്റർ റിവിഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.